ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 46,535 ക്ലോസ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റി ഒരു -91 പോയിന്റോടുകൂടി ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ചെറിയ രീതിയിൽ ഒരു ഗ്യാപ് ഡൗണോടുകൂടി ഓപ്പൺ ആയത് 46,444 എന്ന ലെവലിലാണ്. എന്നാൽ ഇന്ന് ആകെ 769 പോയിന്റിന്റെ മൂവ്മെന്റ് തന്ന ബാങ്ക് നിഫ്റ്റി 591 പോയിന്റ് പ്ലസോടുകൂടി ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് അത്രയധികം പോയിന്റ് പ്ലസോടുകൂടി ക്ലോസ് ചെയ്തിട്ടുള്ളത് 47,126 അപ്പോൾ ഇന്ന് ഒരു മോഡറേറ്റ് മൂവ്മെന്റ് തന്ന ഏതാണ്ട് 770ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് തന്ന ബാങ്ക് നിഫ്റ്റി നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആദ്യമേ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ 46,718 എന്ന ലെവലിലായിരുന്നു നമ്മുടെ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 46,406 എന്ന ലെവലിലായിരുന്നു നമ്മുടെ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ ബ്ലാക്ക് ലൈനുകളും ചേർത്തിരുന്നു. ഈ റെഡ് ആൻഡ് ഗ്രീൻ ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതുവരെ തന്ന ലോ ഓർ റെഡ് ലൈൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തത് നമ്മളുടെ റെഡ് ലൈനിന് അടുത്ത് തന്നെയാണ്. അതിനുശേഷം ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ 1 മിനിറ്റിന്റെ 5 ക്യാൻഡിലുകൾ വരുമ്പോൾ അത് വന്ന് ക്ലോസ് ആയി 5 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ രൂപപ്പെടുമ്പോൾ നമ്മളുടെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിലും താഴെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇവിടെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ബൈയിങ് സൈഡിലോട്ട് പോകണമോ സെല്ലിംഗ് സൈഡിലോട്ട് പോകണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ. അതാണ് 5 മിനിറ്റിന്റെ ആദ്യത്തെ ക്യാൻഡിൽ നമുക്ക് നൽകിയത്. അതിനുശേഷമുള്ള ചെറിയ ടൈം ഫ്രെയിമുകൾ വീണ്ടും പരിശോധിക്കുമ്പോൾ സെല്ലേഴ്സ് വരുന്നുണ്ടെങ്കിലും പിന്നീട് സെല്ലേഴ്സിനെ ക്രോസ് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ബാങ്ക് നിഫ്റ്റി നല്ല വോളറ്റൈൽ ആയതുകൊണ്ട് നല്ല റേഞ്ച് മൂവ് കിട്ടുന്നുണ്ട്. കൂടുതൽ പോയിന്റിന്റെ മൂവ്മെന്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. 15 മിനിറ്റിലുള്ള ക്യാൻഡിലുകൾ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുകയോ അതല്ല നമ്മൾ രേഖപ്പെടുത്തിയ ഏതെങ്കിലും റെസിസ്റ്റൻസ് സോണുകളിൽ ചെന്നതിന് ശേഷം ഡൗൺവേർഡ് വന്ന് വീണ്ടും ഒരു റിവേഴ്സൽ തരുമ്പോൾ എൻ്റർ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ലോ നൽകുകയോ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസായി നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന എല്ലാ ടാർഗറ്റുകളും കൃത്യമായി പോയി. ഈ ഏരിയയിൽ നിന്ന് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിലുകളിൽ തന്നെ കൺഫർമേഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് തൊട്ടു താഴെയുള്ള സപ്പോർട്ട് സോൺ, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഒരു പ്രൈസ് ലെവൽ രേഖപ്പെടുത്തിയതിനു ശേഷം ആ ഏരിയയിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് തരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ആവുകയാണെങ്കിൽ ഒന്നുകിൽ അതുവരെ നൽകിയ ലോ ഓർ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഈ ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്തവർക്ക് ഇന്ന് വളരെ വലിയ മികച്ച ടാർഗറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ തിക്കായ ലൈൻ ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയിടം ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരിക്കാം. അവിടെ ഭേദിച്ച് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് വരെ അല്പം ടഫായിരിക്കാം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കൃത്യം ഈ ഏരിയയിൽ വന്ന് അല്പം സമയം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ പ്രൈസ് ഇവിടെ ഹോൾഡ് ആകുന്നു എന്ന് കണ്ടു. അവിടുന്ന് ഒരു ഡൗൺവേർഡ് വരുമ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ആയി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു പേർ കണ്ടിരുന്നു. കൃത്യമായ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് ബൈയിങ് ഏരിയ, ആ ബൈയിങ് ഏരിയ ബ്ലാക്ക് ലൈനുകളിൽ ഞാൻ തിക്കായ ബ്ലാക്ക് ലൈനും തിൻ ലൈനുകളുമായി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവിടെ ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ജോയിൻ ചെയ്ത് റെഡ് ലൈൻ, ഞാൻ ഷോർട്സ് വീഡിയോയിൽ രേഖപ്പെടുത്തിയിരുന്ന റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ടാർഗറ്റിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നവർക്ക് വീണ്ടും ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് തൊട്ടുമുകളിലും ഒരു റെസിസ്റ്റൻസ് സോണായി വരാവുന്ന ഒരു തിക്ക് ലൈൻ ടാർഗറ്റ് ലൈൻ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ഏരിയയിൽ നിന്നും ഒരു ബൈ എടുത്ത് ഈ ലെവലായിരുന്നു സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നത്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നവർക്ക്, കൃത്യമായി ആ ഒരു എൻട്രി എടുക്കാൻ കഴിഞ്ഞിരുന്നവർക്ക് സാമാന്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ന് ബൈയിങ് സൈഡിലോട്ട് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്ന എല്ലാവർക്കും തന്നെ നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനും ഇന്ന്
ആദ്യം നിഫ്റ്റിയിലായിരുന്നു ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഈ ഡയറക്ഷൻ ഇങ്ങനെ ഷോർട്ട്സ് വീഡിയോ ആയി നൽകിയിരുന്നതുകൊണ്ട് തീർച്ചയായും ഈ ലെവൽ എൻ്റർ ചെയ്തിരുന്നു. സാമാന്യ ഭേദപ്പെട്ട പ്രോഫിറ്റ് കിട്ടുകയും പൊസിഷൻ പരമാവധി പിറ്റേ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാതെ ക്ലോസ് ചെയ്യാറാണ് ഞാൻ പതിവ്. കാരണം പ്രീമിയം മെൽറ്റിംഗ് ഉണ്ടാവാം, പ്രൈസ് കുറഞ്ഞേക്കാം. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ് ആണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നവർക്ക് കൃത്യസമയത്ത് തന്നെ നമ്മളുടെ അലർട്ട് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൃത്യമായും അവിടെ ഒരു ട്രേഡ് രൂപപ്പെടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിന് കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്ത് ഞാൻ നൽകിയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നൽകുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു നല്ല ടാർഗറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടായേക്കാം. എങ്കിലും അത് റിസ്ക് നിങ്ങളുടേതാണ്. താല്പര്യമുള്ളവർ നോക്കി ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റുകളെ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 47,214 എന്ന ലെവലാണ് ഞാൻ ഇന്ന് നാളേക്ക് വേണ്ടി സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിൽ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 46,790 എന്ന ലെവലാണ് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി ഞാൻ റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ 47,137, 46,872 എന്ന ഏരിയകളിൽ ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ബ്ലാക്ക് ലൈനുകൾ തമ്മിൽ ഏതാണ്ട് 250-ലധികം പോയിന്റിന്റെ വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിനിടയിൽ ഒരു സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാവുന്ന ഒരു ഏരിയ 47,000 ഒരു ബിഗ് റൗണ്ട് നമ്പറാണ്. ആ ഏരിയകൾ പ്രൈസ് സപ്പോർട്ട് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താഴെ പോന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ലൈനുകളിലോട്ട് പോരുകയും ചെയ്യാം. അപ്പോൾ ഒരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റൻസോ ആയി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന നിലയ്ക്ക് ഞാൻ 47,000 ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൂ ലൈനിൽ. നാളെ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചേക്കാം എന്നാണ് എൻ്റെയും പ്രതീക്ഷ. എന്നാൽ അത് 47,214 എന്ന ലെവലിന് മുകളിലായിരിക്കുകയും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ആണെങ്കിൽ, ഒരു 1 അവർ എങ്കിലും അവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കിട്ടിയേക്കാവുന്ന ഡിക്ലൈനുകൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പോരുകയാണെങ്കിൽ താഴോട്ട് വന്ന് ഈ സപ്പോർട്ട് ഏരിയകളിൽ ബ്ലാക്ക് ലൈൻ അതുപോലെ തന്നെ ഈ ബ്ലൂ ലൈൻ ഈ ഏരിയ 46,872 എന്ന ഏരിയകളിലേക്കൊക്കെ താണു പോന്നേക്കാം. എങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ 5 മിനിറ്റ് 15 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ പാറ്റേൺ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ കാണിക്കുകയും മൂവ് ചെയ്യുകയുമാണെങ്കിൽ അതുവരെ നൽകുന്ന ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നമുക്ക് കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം പ്രൈസ് ഇതിനു മുകളിൽ തന്നെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഉടനെ കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ നൽകിയ ഒരു ലോ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നൽകിയ ഉയരത്തിന് മുകളിൽ വീണ്ടും ഒരു 15 മിനിറ്റിൽ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. 47,403 എന്ന ലെവലാണ് ഗ്രീൻ ലൈനിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് 1 അവർ എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ കിട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 47,403, 47,604, 47,826, 48,000 എന്നിങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ ലഭിക്കാം. എന്നാൽ 48,335 ലെവലാണ് ഞാൻ വീണ്ടും തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഏരിയയിൽ വീണ്ടും റെസിസ്റ്റൻസ് വന്നേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഗ്യാപ്പ് അപ്പിന് പകരം ഈ ബ്ലാക്ക് ലൈനുകൾക്ക് താഴെയോ ഈ ഏരിയയിലായി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം പ്രധാനമായും 47,215 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യം ലഭിക്കേണ്ടുന്നത് ഈ 47,000 താഴെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും റിപ്പീറ്റ് ആയി വരികയാണെങ്കിൽ 46,872 എന്ന ലെവൽ വന്നേക്കാം. പിന്നീടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ഉള്ളത്. അതിനും താഴെ വീണ്ടും ക്ലോസ് ചെയ്ത് ഡൗൺവേർഡ് പോരുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചേക്കാൻ സാധ്യതയുള്ള ടാർഗറ്റുകളാണ് 46,698, 46,604, 46,600,
472,500 ലെവലുകൾ. എന്നാൽ 46,300 എന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയായി വീണ്ടും വർക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ഏരിയയിൽ എവിടെ നിന്ന് വേണമെങ്കിലും, ഈ സപ്പോർട്ട് സോണുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസിന് വീണ്ടും ഒരു റിവേഴ്സൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ട്രേഡിംഗ് നൽകാവുന്നതാണ്. എന്നാൽ ഗ്യാപ് ഡൗൺ തന്ന് ഈ ഏരിയയിൽ 47,000 താഴെ നമ്മുടെ ബ്ലാക്ക് ലൈനുകൾ അടുത്തായി ഒരു ഗ്യാപ് ഡൗൺ തരികയാണ് എങ്കിൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ തൊട്ട് താഴെയുള്ള 46,790 എന്ന റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കേണ്ടുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ തന്നെയാണ്. പിന്നീട് ഈ ഏരിയ ബ്ലാക്ക് ലൈൻ തുടർന്ന് 47,214 എന്നിവ ബ്രേക്ക് ചെയ്ത് 1 അവർ കാൻഡിലെങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് നമ്മൾ മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകൾ ഓരോന്നായി ലഭിക്കുക. അപ്പോൾ നാളെയും ബാങ്ക് നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല അവസരങ്ങളും ട്രേഡിംഗ് ചാൻസുകളും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.